ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്നത് ആയിരങ്ങൾ നോക്കിയാൽ നടക്കുമോ? നടക്കില്ല എന്നുള്ളത് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1000 മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഒരാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ അല്ല ദൈവത്തെ പിടിക്കുന്നവരായി മാറണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കുന്നത് കാണാൻ പറ്റും. വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ലോകമാസകലമുള്ള മനുഷ്യർ ചെയ്യുന്ന സൽപ്രവൃത്തികൾ എല്ലാം ഒരുമിച്ച് കൂട്ടിയാലും നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തുമാത്രം ഉണ്ടാവും? ലോകമാസകലമുള്ള ആളുകൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയാലും അതിന് ഒരു വിശുദ്ധ കുർബാനയുടെ മൂല്യം വരില്ല. കാരണം അദ്ദേഹം പറഞ്ഞത്, അതെല്ലാം മനുഷ്യരുടെ പ്രവൃത്തികളാണ്. വിശുദ്ധ കുർബാനയോ, വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യരുടെ പ്രവൃത്തികളെക്കാൾ വിശുദ്ധ കുർബാനയ്ക്ക് കൂടുതൽ മൂല്യമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ദൈവത്തെക്കാൾ മനുഷ്യരെ മാനിക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടാകരുത്. ഗലാത്യർ 1:10 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെക്കാൾ മനുഷ്യരെ മാനിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകൻ ആകില്ലായിരുന്നു. അങ്ങനെ ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ എപ്പോഴും ദൈവം കഴിഞ്ഞിട്ടേ മറ്റാരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവൂ എന്നുള്ള ആ ഒരു തീരുമാനം നമുക്കുണ്ടാകേണ്ടതാണ്. നമുക്കിനി ഏതാനും ചില കാര്യങ്ങൾ, ആത്മാവ്, അതായത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവദൂതൻ ചെയ്ത ചില വൻ കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ കാണാൻ പറ്റും. അതൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെ വിട്ടിട്ട് ദൈവത്തെ പിടിക്കാനുള്ള ആ ഒരു തീരുമാനം ഉറപ്പായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. 2 രാജാക്കന്മാർ 19:35 വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സെന്നക്കെരീബ് ദൈവവിശ്വാസം ഇല്ലാഞ്ഞവനാണ്, ദൈവദൂഷണം പറഞ്ഞവനാണ്. ഇനി അവൻ ഇസ്രായേൽക്കാരെ വെല്ലുവിളിച്ചു. നമ്മൾ കാണുകയാണ്, അവരെല്ലാവരും ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരാശ്രയിച്ചത് ദൈവത്തിൽ. സെന്നക്കെരീബ് ചെയ്തത് ദൈവദൂഷണം പറയുക. എന്താ സംഭവിച്ചത് നമുക്കറിയാം. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2 രാജാക്കന്മാർ 19:35. ഒരു രാത്രി ദൈവം ഒരു ദൂതനെ അയച്ചു സെന്നക്കെരീബിൻ്റെ പാളയത്തിലേക്ക്. ആ ദൂതൻ ചെന്നിട്ട് ചെയ്തൊരു കാര്യം, 1,85,000 ഭടന്മാരെ അരിഞ്ഞു വീഴ്ത്തി. ഇവർ രാവിലെ നോക്കുമ്പോൾ, ബാക്കിയുണ്ടായിരുന്നവർ നോക്കുമ്പോൾ ഇവരെല്ലാം മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുക. ഇനി ഇവർ ആയിരക്കണക്കിന് ആൾക്കാർ യുദ്ധം ചെയ്താൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. ഒരു നിമിഷം കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്ത, ദൈവദൂതൻ ചെയ്ത ഒരു കാര്യമാണ് ഇത്രയും പേരെ വകവരുത്തി എന്നുള്ളത്. മറ്റൊരു വചനഭാഗം നമുക്ക് പുതിയ നിയമത്തിലുണ്ട്. ലൂക്ക 1 അതിൻ്റെ 34-35 വചനങ്ങൾ. മറിയം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ന്യായമായൊരു ചോദ്യം. ഇതെങ്ങനെ സംഭവിക്കും? പുരുഷ ബീജമില്ലാതെ ഞാനെങ്ങനെ ഗർഭിണിയാകും? മറുപടിയായിട്ട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ എന്താ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നീ ഗർഭം ധരിക്കും, ഒരാൺകുഞ്ഞിനെ നീ പ്രസവിക്കും, അവനെ യേശു എന്ന് വിളിക്കണം. ഇത് നിസ്സാര കാര്യമാണ്. ഇങ്ങനെയൊരു സംഭവം ഇതിനു മുമ്പോ ബിംബോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയാലും അവർക്ക് ചെയ്യാവുന്നതല്ല എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പുറപ്പാട് 14 നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽക്കാര് ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. മുമ്പോട്ട് നോക്കിയാൽ ചെങ്കടൽ, പുറകോട്ട് നോക്കിയാൽ ഈജിപ്ത് സൈന്യം. എന്തായാലും മരണം ഉറപ്പായി. ആ സാഹചര്യത്തിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു കാറ്റയച്ച് വെള്ളം അവിടുന്ന് വലിച്ചു മാറ്റി ഭിത്തി കെട്ടി നിർത്തിയിരിക്കുന്നത് പോലെ നിർത്തി. ഇവർക്ക് ഈ കരയിലൂടെ എന്ന പോലെ അവർക്കതിൽ യാത്ര ചെയ്തു പോകാൻ സാധിച്ചു. ഒന്ന് ചിന്തിച്ചാൽ 100 കണക്കിന് മോട്ടോർ വെച്ച് വെള്ളം അടിച്ചാലും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമായിരുന്നു. അതാണ്
മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉന്നതമാണ് ദൈവത്തിന് ചെയ്യാൻ പറ്റുക, ദൈവത്തിൻ്റെ ദൂതന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തിരിച്ചറിയണം. 2 മക്കബായർ 10-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മക്കബേയൂസ് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, യൂദാസ് മക്കബേയൂസ്. തിമോത്തേയൂസ് ഒരു കൂലിപ്പടയുമായിട്ട് ഇവർക്കെതിരെ വന്നു. മക്കബേയൂസ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങി. എന്താ സംഭവിച്ചത് എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധം മുറുകിയപ്പോൾ അവർ കാണുന്നത് ആകാശത്ത് തേജസ്വിനികളായിട്ടുള്ള ആ ഒരു ഏതാനും വ്യക്തികൾ 5 പേര് യുദ്ധം നയിക്കുന്നതായിട്ട്. കുതിരപ്പുറത്തിരിക്കുന്ന തേജസ്വികൾ അവരാണ് യുദ്ധം നയിച്ചത്. അവര് മക്കബേയൂസിനെ സംരക്ഷിക്കുകയും ചെയ്തു, അതുപോലെ തന്നെ തിമോത്തേയൂസിനെ അന്താളിപ്പിക്കുകയും ചെയ്തതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാനിയേൽ 6-ാം അധ്യായവും 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താ? ദൂതനിലൂടെ ദൈവം ചെയ്തൊരു കാര്യം, സിംഹങ്ങളുടെ വായടച്ച് ആ ദാനിയേലിനെ പ്രത്യേകം സംരക്ഷിക്കുന്ന രംഗം ഈ 2 അധ്യായങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, ഈ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റും. 1, ഹൃദയം ജ്വലിപ്പിക്കും. ലൂക്ക 24:32 വായിച്ചാൽ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നവർക്ക് പോലും ആ ജ്വലനമുണ്ടായി. 2-ാമത്തെ കാര്യം, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥന ജ്വലിപ്പിക്കും ദൈവത്തിൻ്റെ ആത്മാവ്. ആദ്യത്തെ പെന്തക്കോസ്തായിൽ സംഭവിച്ച ഒരു കാര്യം അതാണ്. 2-ാം അധ്യായം 26-ാമത്തെ വചനമെടുക്കുമ്പോൾ അവരുടെ ഹൃദയം സന്തോഷിച്ചു, നാവ് സ്തോത്രം ആലപിച്ചു, ശരീരം പ്രത്യാശയിൽ നിവസിച്ചു. ഇത് മനോഹരമായ കാര്യമാണ്, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ സംഭവിച്ച കാര്യം. 3-ാമത്തേതാണ്, ഹൃദയം ജ്വലിച്ചാൽ തീർച്ചയായിട്ടും പാദം ചലിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ൽ സഭയെ പീഡിപ്പിക്കുന്ന സാവൂൾ, 9-ൽ കർത്താവിനെ കണ്ടുമുട്ടിയ സാവൂൾ അങ്ങനെ പൗലോസായി മാറി. പിന്നെ 10 മുതൽ 28 വരെ വായിച്ചാൽ പൗലോസ് പിന്നെ റെസ്റ്റ് എടുക്കുന്നില്ല. അവന് ഓടി നടന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവൻ്റെ പാദങ്ങൾ സദാ ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷം പ്രഘോഷണത്തിന് വേണ്ടി ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം, 4-ാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ ശരീരം വെടിപ്പാവും. ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ ജെറമ്യാ 23:29 വായിച്ചാൽ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. ഇതന്നെ മലാക്കി 3:2 വായിച്ചാലും ഉലയിലെ കാരം പോലെ, അലക്കുകാരൻ്റെ കയ്യിലെ കാരം പോലെയും ഉലയിലെ അഗ്നി പോലെയും അവൻ നമ്മെ ശുദ്ധീകരിക്കും. അവസാനത്തേത്, കണ്ണുകളെ പ്രകാശിപ്പിക്കും ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവിക ചൈതന്യം. നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 34:5, അവനെ നോക്കിയവർ പ്രകാശിതരായി. പുറപ്പാട് 34:29 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മോശയുടെ മുഖം തേജോമയമായി. കാരണം അവൻ ദൈവത്തോടു കൂടിയായിരുന്നു. അവനൊരു അഭിഷേകം പ്രാപിച്ചപ്പോൾ ആ ഒരു കാര്യം തേജസ് കൊണ്ട് അവൻ്റെ മുഖം നിറഞ്ഞു. ഇതുപോലത്തെ അനുഭവം ആത്മാവിലൂടെ നമുക്ക് ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.